എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് വൈകുന്നേരം 5 മണിയോടെ പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് റെഗുലർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വല്ല അനെക്സ്റ്റേഴ്സ്, അതായത് അനുബന്ധങ്ങളോ സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ഫോമാറ്റുകളോ ആവശ്യമുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അത് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾക്ക് പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രോസ്പെക്ടസ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കുക, അത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ തന്നെ മുൻപ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് പ്രസിദ്ധീകരിക്കുക. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് ഇവിടെ ചെക്ക് ഓർ റിട്രൈ പേയ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ ഇവയിൽ ഏതെങ്കിലും ഒന്ന് നൽകി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതുപോലെ ജൂലൈ 4-ാം തീയതിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതുമാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പിന്നീട് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ അവസാനിക്കുന്നത് ജൂലൈ 4-ാം തീയതിയും അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 10-ാം തീയതിയുമാണ്. അപ്പോൾ ഇതിനുശേഷം എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകുമോ എന്നുള്ളത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന ശേഷം മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിലവിൽ ആ ഒരു ഷെഡ്യൂൾ പ്രകാരം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 10-ാം തീയതിയാണ്. അതുപോലെ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാനുള്ള അവസരവും ഈ ഒരു ജൂലൈ 17-ാം തീയതി വരെയാണ്. അപ്പോൾ ജൂലൈ 10-ാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ്, 17-ാം തീയതി വരെ അഡ്മിഷൻ നേടാൻ സാധിക്കും. 18-ാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഷെഡ്യൂൾ പോകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.